ജംഗ്ഷൻ ദേശത്തോട് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനുമായ സ്വർഗസ്ഥ പിതാവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരല്പസമയം സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് അറിയിക്കുവാനുള്ള ഒരു സന്ദേശം ശ്രമിക്കുവാൻ ഒരു 15-20 മിനിറ്റ് സമയങ്ങൾ താഴ്മയായി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഒരല്പകാല ജീവിതം മാത്രമേ ഉള്ളൂ നമുക്ക് ഭൂമിയിൽ. വളരെ തിരക്കിട്ട കാര്യങ്ങൾക്ക് വേണ്ടി നാം ഓടുന്നു. അതിനിടയിൽ നാം ഒന്നുമല്ലാത്തവരായി ഇവിടുന്ന് കടന്നു പോകുന്നു. അതിനു മുമ്പേ സൃഷ്ടാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്ത് എന്ന് തിരിച്ചറിയുവാനുള്ള നല്ലൊരു അവസരമാണ് ഇത്. അത് മനസ്സിലാക്കി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിത്യമായ പദ്ധതിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാമൂക്കും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂക്കും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൽ മരണം തുടങ്ങുന്നേ. ചതിയനാഭിഷാജിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനും സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനും സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിലെ 7 വൻകരകളിൽ ഒരു വൻകരയായ ഏഷ്യ വൻകരയിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളത്ത് ആലുവയിൽ പ്രപഞ്ച സൃഷ്ടാവിന്റെ സാക്ഷ്യവുമായി നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രപഞ്ച സൃഷ്ടാവിന് നിങ്ങളോട് പറയാനുള്ള സന്ദേശമാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് നിങ്ങളെ അറിയിച്ച് കടന്നു പോകുന്നത്.
ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ ഗ്രൂപ്പിന്റെയോ സന്ദേശമല്ല. ദൈവം മാനവരാശിയോട് അറിയിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടാണ്. നാം ഏതാനും ദിവസങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നു. എന്തിനാണ് ഈ ജീവിതം? എന്തുകൊണ്ടാണ് അത്യുന്നതനായ ദൈവം, സൃഷ്ടാവായ ദൈവം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം നമ്മളെ ഓരോരുത്തരെ സൃഷ്ടിച്ചാക്കിയത്? ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി എന്തെന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഒരു അവസരം ദൈവം നമുക്ക് നൽകുകയാണ്. ഇതുകൊണ്ട് ദൈവം എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചത് എന്ന സന്ദേശം ഒരു സദ്വാർത്തയായി, ഒരു സുവിശേഷമായി, ഒരു നല്ല വിശേഷമായി പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ തിരിച്ചറിയുക, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മരിക്കാൻ വേണ്ടിയല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നാം ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്ന് മരണം നമ്മളെ പിടിച്ചിരിക്കുകയാണ്. നാം ഏത് ജാതിയായാലും, ഏത് മതമായാലും, ഏത് സംഘടനയായാലും, ഈ ലോകത്തിൽ ഏത് ജോലി ചെയ്താലും, എത്ര പണമുണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും മരണത്തിന് അങ്ങനെ യാതൊരു റെസ്പെക്റ്റും അവരോടില്ല. ആ വ്യക്തി ഒരു റിക്ഷ ഓടിക്കുന്ന ആളാണ്, കൂലിപ്പണി ചെയ്യുന്ന ആളാണ്, ക്ലർക്കാണ്, അക്കൗണ്ടന്റ് ആണ്, എഞ്ചിനീയർ ആണ്, മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, പ്രസിഡന്റ് ആണ്. ഇതുകൊണ്ടൊന്നും ഇതാ മരണത്തിന് യാതൊരു ബഹുമാനവുമില്ല. എല്ലാവരെയും മരണം പിടിക്കും, മരണം കീഴടക്കും. അപ്പോൾ ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോക സിസ്റ്റപ്രകാരം ഞാനും നിങ്ങളും ഒരു ഹീറോ ആകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ ഒരുപക്ഷെ LKG മുതൽ പഠനം ആരംഭിച്ച് LKG, UKG, ഇതാ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് +2 ഡിഗ്രിയും PGയും PhDയും IAS പാസ്സായി പല പല പ്രൊഫഷനുകൾ, പല പല ടൈറ്റിലുകളിൽ ഞാനും നിങ്ങളും ജോലി എടുക്കുന്നവരാണ്. ബിസിനസ്സുകാരായി പലതും ഞാനും നിങ്ങളും സമ്പാദിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ എല്ലാം സമ്പാദ്യം അപഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു കള്ളൻ എന്നതുപോലെ ഒരുവൻ ഇവിടെ ഉണ്ട് എന്ന് ആ മഹാകള്ളനെ പിടിച്ചുകെട്ടാൻ ഒരു പോലീസിനും പട്ടാളത്തിനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ആ മഹാകള്ളനായ മരണം എന്ന ആ കള്ളൻ എന്നെയും നിങ്ങളെയും ഹീറോ ആക്കി മാറ്റുമെന്ന്. അതുകൊണ്ട് ഇവിടെ ഹീറോ ആകുവാൻ വേണ്ടി പണിയെടുത്ത് ബിസിനസ് ചെയ്ത് അവസാനം ഞാനും നിങ്ങൾ ഒരു സീറോ ആയി പോകുമ്പോൾ നമ്മളെ വെറും മരമണ്ണന്മാരാക്കിക്കൊണ്ട് ഇതാ മരണം വാഴുമ്പോൾ ഈ മരണത്തെ പിടിച്ചു കെട്ടാൻ ഒരു മെഡിക്കൽ ഷോപ്പിലും മരുന്നില്ല, ഒരു ആശുപത്രിയിലും ഒരു കിടക്കയുമില്ല, ഒരു ഓപ്പറേഷൻ തിയേറ്ററുമില്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിൽ മറുമരുന്നില്ല, ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ ഇതിന് പകരം വെക്കാൻ ഒരു ഇൻഷുറൻസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ അതുല്യനായ ജാതിയില്ലാത്ത, മതമില്ലാത്ത നമ്മളെ പോലെ മരണമില്ലാത്ത ദൈവം അതിനൊരു പരിഹാരം നമുക്ക് തരികയാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവത്തിനുള്ളത്. ആ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. എന്റെ പ്രിയമകളെ, നീ എന്തിനു വെറുതെ ഇങ്ങനെ ജീവിച്ച് മരിക്കണം? നിന്റെ സൃഷ്ടാവായ ദൈവം, നിന്റെ ഉടമസ്ഥൻ, ഞാൻ ഇവിടെ ഓട്ടോറിക്ഷ ഓടുന്നത് കാണുന്നു, കാർ ഓടുന്നത് കാണുന്നു, മോട്ടോർ സൈക്കിൾ ഓടുന്നത് കാണുന്നു, ഇവയെല്ലാം ഉണ്ടാക്കിയ ഒരു കമ്പനിയുണ്ട്. മനുഷ്യ, നിന്നോട് എന്റെ സഹോദര ബഹുമാനത്തോട് ചോദിക്കട്ടെ, നിന്നെ ഉണ്ടാക്കിയത് ആരാണ്? ഇതാ ഈ ഒരു മാരുതി സ്വിഫ്റ്റ് കാറ് പോകുന്നു, ഇത് ഉണ്ടാക്കിയത് മാരുതിയാണ്. ഓട്ടോറിക്ഷ പോകുന്നു, ഇതാ ബജാജിന്റെ TVSന്റെ സ്കൂട്ടർ പോകുന്നു, അത് ഉണ്ടാക്കിയത് TVS ആണ്. നിന്നെ ഉണ്ടാക്കിയത് ആരാണ്? ആ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ആലോചനയുണ്ട്. വെറുതെ ഇവിടെ ജീവിച്ച് മരിക്കാനല്ല ദൈവം നിന്നെ ഉണ്ടാക്കിയത്. വെറുതെ ഇവിടെ ജീവിച്ച് എഞ്ചിനീയറായി, ഡോക്ടറായി, വെറുതെ മന്ത്രിയായി മരിക്കുന്നു. മരിക്കാനാണെങ്കിൽ പിന്നെ ജീവിച്ചിട്ടല്ല. ദൈവത്തിന്റെ വചനം നമ്മളെ കുറിച്ച് പറയുന്നത്, ദൈവം നമ്മളെ മരിക്കാനല്ല ഉണ്ടാക്കിയത്, ഞാനും നിങ്ങളും ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിച്ച് ദൈവത്തോടുകൂടെ നിത്യം ജീവിക്കാനാണ്. അങ്ങനെ ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ആ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ആ സന്ദേശത്തിന്റെ പേരാണ് രാജത്വ സുവിശേഷം.
യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇവിടെ വന്ന് പറഞ്ഞ രാജ്യത്തെ സുവിശേഷത്തിൽ ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല. ദൈവത്തോട് ചേർന്ന്, സൃഷ്ടാവോട് ചേർന്ന് ഞാൻ നിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ആ നല്ല വിശേഷമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ, ഞാൻ എന്നെയും നിങ്ങളെ ദൈവം ഉണ്ടാക്കിയത് മരിക്കാനല്ല, പക്ഷെ മരണം നമ്മുടെ അനുസരണക്കേട് നിമിത്തം കയറി വന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എങ്ങനെ പറഞ്ഞു? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ സഹോദരി, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഈ രാജ്യത്തെ സുവിശേഷം? രാജ്യത്തെ സുവിശേഷം എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, പ്രപഞ്ച സൃഷ്ടാവോടുകൂടെ ഒരുമിച്ചുള്ള ഒരു കുടുംബ ജീവിതമാണ്. അപ്പോൾ തന്നെ രാജ്യത്തെ സുവിശേഷം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ രാജാവായി സ്വർഗത്തിലെ ദൈവം ഈ ആലുവ പട്ടണത്തിലൂടെ നടകൊള്ളുന്ന, വണ്ടി ഓടിക്കുന്ന, ഈ ഓൺലൈൻ മീഡിയയിലൂടെ കാണുന്ന ഓരോ വ്യക്തികളെയും ദൈവം നിയമിച്ചാക്കിയിരിക്കുക. പക്ഷെ ഈ സന്ദേശം നമ്മൾ അറിയുന്നില്ല. അടുത്ത ഭൂമിയുടെ രാജാവ് നീയാ, അടുത്ത ഭൂമിയുടെ ഭരണകർത്താവ് നീയാ. 5 വർഷം ഭരിച്ചിട്ട് കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ട, നിത്യം മരണമില്ലാത്തവനായി ദൈവത്തിന്റെ മകനായി ഈ ഭൂമിയുടെ രാജാവായി സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും തീർക്കുവാനുള്ള പദ്ധതിയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ദൈവം നിങ്ങളോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ രാജാക്കന്മാരായി ക്രിസ്തുവോടിയൊക്കെ വാഴുവാൻ ഉള്ള ഭരണം നിങ്ങളുടെ കയ്യിൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം ഈ ആലുവയിൽ, ഈ ജില്ലാ ആശുപത്രി കവലയിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമ്പോ ഞങ്ങൾക്ക് വേറെ തൊഴിലില്ലാഞ്ഞിട്ടല്ല. എന്റെ പ്രിയ മക്കളെ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ പലരുമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ അവർക്ക് തിരിച്ചറിയാം, ഈ ജീവിതത്തിന്റെ ഉന്നത നിലവാരം അധികം താമസിയാതെ മരണം വിഴുങ്ങിക്കൊണ്ടുപോകും. എന്നാൽ മരണം വിഴുങ്ങാത്ത മറ്റൊരു സംഭവം, മറ്റൊരു കോഴ്സ് സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കുമായി ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള സത്യം പ്രിയ സഹോദരങ്ങളെ ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതിലേക്ക് കടന്നു വരുവാൻ. പ്രിയമകരെ, അതിലേക്ക് കടന്നു വരുവാൻ താല്പര്യമുണ്ട് എങ്കിൽ അതിനുള്ള ഏക മാർഗം ദൈവത്തിന്റെ കുടുംബമായി തീരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മകനായി തീരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന നാമമല്ല. കാരണം ഞാൻ നിങ്ങൾ നമ്മുടെ പൂർവ്വപിതാവായ ആദത്തിന്റെ പാപം നിമിത്തം മരണത്താൽ പിടിക്കപ്പെട്ട് ലോകമെന്ന ജയിലിൽ, പിശാചെന്ന ജയിലറുടെ കീഴിൽ മരിക്കുവാൻ വേണ്ടി ഇവിടെ ഇവിടെ ജീവിക്കുകയാണ്. ഇവിടെ നമ്മളെ ലോക്കിയിരിക്കുകയാണ്. ലോറിയിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലും കൊല്ലാൻ കൊണ്ടുവരുന്ന കാളയെ പോലെ, പോത്തിനെ പോലെ എന്തെങ്കിലും ഈ ലോകത്തെ മരണത്താൽ പിടിക്കപ്പെടുവാൻ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷിപ്പാൻ ആകാശത്തിന് മനുഷ്യരുടെയും മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടില്ല, തന്റെ പുത്രനായ ക്രിസ്തു എന്ന നാമമല്ലാതെ. ദൈവത്തിന്റെ വചനത്തിന്റെ നിയമമാണ്, പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് സ്വർഗത്തിൽ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി നമ്മളെ സ്വതന്ത്രമാക്കുവാൻ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. ഇത് വിശ്വസിച്ച് യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള ജീവിതകാലം ആ യേശുവെ അനുഗമിച്ച് അനുസരിപ്പാൻ ഞാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, പ്രിയമകളെ, ഈ ദൈവം ഒരുക്കിയ മഹാസദ്വാർത്തയിലേക്ക് ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മകനായി നിത്യം ജീവിക്കാന് ദൈവത്തിന്റെ പ്രവൃത്തിയായ ഭൂമിയുടെ അധികാരം രാജ്യത്വം ഏറ്റെടുക്കുവാനും ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്.
ഹല്ലേലൂയ. ഈ ഒരു ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് യേശുവെ നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവെ അനുഗമിപ്പാൻ പ്രിയമകളെ ഇത് പറയുന്ന നിമിഷം തന്നെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇതാ നീ ഒരു ജാതിയിലും ചേരേണ്ട, ഒരു മതത്തിലും ചേരേണ്ട, ഒരു സംഘടനയിലും ചേരേണ്ട. തുടർന്നുള്ള നാളുകൾ യേശുവെ അനുഗമിച്ച് അനുസരിച്ച് നിന്റെ ഉടമസ്ഥനായ നിന്റെ സൃഷ്ടാവായ ആ സ്വർഗസ്ഥ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരാമെന്നുള്ള ആ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതാ ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് യാത്രയാവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ കയ്യിലേക്ക് 2 നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഞങ്ങളീ പറഞ്ഞ രാജ്യത്വ സുവിശേഷം എന്താണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഞങ്ങളീ പറഞ്ഞ കാര്യം കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ മറന്നുപോകും. എന്നാൽ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് മറക്കുകയില്ല. രണ്ടാമത്തത്, ഇവിടെ അടുത്ത പൂക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് നിങ്ങൾ ഏവരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ രാജ്യത്തെ സുവിശേഷത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അവിടെ കടന്നു വന്നാട്ടെ. ഞങ്ങളുടെ ഡീറ്റെയിലുകൾ, ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ അവിടെ ആ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങളെ അവിടെ എത്തുവാൻ സഹായിക്കാം. ഈ ലോകത്തിൽ എനിക്കാരുമില്ല. ഞാൻ എല്ലാവരും തള്ളപ്പെട്ടു രോഗിയായിരിക്കുന്നു, പല ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നു. മാത്രമല്ല ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഏതൊരു ദൈവദാസനും, ജീവിതത്തിന്റെ ഏത് തുറയിലുള്ള വ്യക്തിക്കും അവിടെ കടന്നു വരാവുന്നതാണ്. ദൈവം അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ ആശ്വാസത്തിൽ കടന്നു വരാമെന്ന് എല്ലാവരും ഓർപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളിത് അവസാനിപ്പിക്കുന്ന കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ആലുവ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആശുപത്രി കവലയുടെ പരിസരത്തുള്ള എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഓൺലൈനിലൂടെ കേൾക്കുവാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി അവർ തിരിച്ചറിഞ്ഞ് ആ ഭാവിയിൽ എത്തിച്ചേരുവാൻ അങ്ങയുടെ മക്കളെ ഏവരെയും അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇവരുടെ ബിസിനസ്സിനെയും ഇവരുടെ എല്ലാത്തിനെയും ഒരു അനുഗ്രഹമായി തരാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നേരുന്നു. നന്ദി, നമസ്കാരം.